ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ വിശ്വപ്രസിദ്ധമായ ഷിക്കാഗോ പ്രസംഗത്തിന്റെ 132ാം വാർഷികം. 1893 സെപ്റ്റംബർ 11 ആ പ്രസംഗം. Sisters and brothers of America, it fills my heart with joy unspeakable to rise in response to the warm and cordial welcome which you have given us. I thank you in the name of the most ancient order of monks in the world. I thank you in the name of the mother of religions. And I thank you in the name of the millions and millions of Hindu people of all classes and sects. വസുധൈവ കുടുംബകം എന്ന ഭാരതീയ സങ്കല്പത്തിന്റെ പ്രസക്തി ഉദ്ഘോഷിച്ച പ്രസംഗമായിരുന്നു അത്. ഭാരതത്തിന്റെ ദർശനം ലോകമാനവികതയ്ക്ക് പകർന്നു നൽകിയ ധന്യമുഹൂർത്തമായിരുന്നു അത്. ലോക മനസാക്ഷിയെ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സർവമത സമഭാവനയുടെയും സന്ദേശം ഓർമ്മപ്പെടുത്തിയ പ്രസംഗമായിരുന്നു അത്. മതസ്പർദ്ധയും രാഷ്ട്രീയ അസ്ഥിരതയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗത്തിന് ഇന്നും പ്രസക്തിയേറെയാണ്. തന്റെ ആത്മീയ തീർത്ഥയാത്രയിലെ ഒരു നാഴികക്കല്ലായിരുന്നു അമേരിക്കയിലെ ഷിക്കാഗോയിലെ സർവമത സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും പ്രസംഗവും. കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിന്റെ 400ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാർവലൗകിക പ്രദർശനമായ ഷിക്കാഗോ വിശ്വമേളയുടെ ഭാഗമായിരുന്നു സർവമത സമ്മേളനം. വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 60-ലധികം മതപ്രഭാഷകർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. 7000-ഓളം വരുന്ന സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗം. എല്ലാ മതങ്ങളും സത്യമാണെന്നുറക്കെ പറഞ്ഞ് സരസ്വതി വന്ദനത്തോടൊപ്പമായിരുന്നു സ്വാമിജി പ്രസംഗം ആരംഭിച്ചത്. സ്വാമി വിവേകാനന്ദൻ എന്ന ഹിന്ദു സന്യാസിയുടെ ആത്മീയ ഔന്നത്യം വ്യക്തമാക്കുന്നതായിരുന്നു ആ പ്രസംഗം. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരീ സഹോദരന്മാരെ എന്ന ചരിത്രപ്രസിദ്ധമായ അഭിസംബോധന. ഇന്ന് ഭാരതം സ്വാമി വിവേകാനന്ദൻ സ്വപ്നം കണ്ട ഭാരതമായി മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ നെറുകയിലേക്ക് അതിവേഗം വളരുന്ന നമ്മുടെ ഭാരതം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.